ഇന്ന് നമ്മൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോടൊരു ഹാർബറിൽ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളെ ബേപ്പൂർ ഹാർബറില്ലേ, അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കട്ടെ. ഒരു ഉച്ച സമയമായിരുന്നുണ്ട്, അതുകൊണ്ട് അധികം മീനിനൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒന്ന് പോയി നോക്കാം. ഈ വഴി വന്നപ്പോൾ ഒന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തോണിയൊക്കെ എടുക്കുന്ന സൈഡിലേക്ക് പോയി നോക്കി, കുറവാണ്, ക്ഷീണം തന്നെ. 1-2 തോണിയുള്ളൂ. അത് ഉച്ച സമയം ആയതുകൊണ്ടാണ്. ഇവിടെ പുലർച്ചയൊക്കെ വന്നാൽ അടുക്കാൻ പറ്റാത്ത കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയത്. ചെറിയ കുറച്ച് അയലക്കുട്ടി അങ്ങനെ എന്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ടൊക്കെ നിർത്തുന്ന ഭാഗത്തേക്ക് ഒന്ന് വെറുതെ ഒന്ന് പോയി വരാം കേട്ടോ. പുലർച്ചെ വന്നിട്ട് നല്ല കാഴ്ച കിട്ടുമായിരുന്നു. അപ്പോൾ കണ്ടല്ലേ, ഈ ഭാഗത്ത് വലിയ ഇൻസുലേറ്റേഴ്സ്, നമ്മൾ ഐസൊക്കെ ഇട്ട് മീനെ കൊണ്ടുപോകുന്ന വലിയ വണ്ടികളില്ലേ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് പാർക്കിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ. വലിയൊരു ഹാർബറാണിത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കോട്ടാണ് വലിയ ബോട്ടൊക്കെ ഉള്ളത്, കാണിച്ചു തരാം. അവിടെ പോയപ്പോൾ കണ്ടില്ല, ഇതൊക്കെ കുറേ ദിവസങ്ങളിൽ കടലിൽ കിടന്നിട്ട് മീനൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഐസൊക്കെ നിറയ്ക്കുന്ന സംഭവമാണ് കാഴ്ചകൾ. ഇതൊക്കെ ചിലപ്പോൾ ഇന്ന് പോകാനുള്ളതൊക്കെ ആയിരിക്കും. അതൊക്കെയാണ് ഐസൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യുന്നില്ല. അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്കിലൊന്ന് ഐസ് പൊടിക്കുന്നുണ്ട്, പോയി നോക്കാം. കണ്ടില്ല, ആ വലിയ ലോറിയിൽ ഐസ് കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ ബ്ലോക്ക് ഒന്നായിട്ടെടുത്ത് ചെറിയ മുട്ട് പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ട് കയറി പോകുന്നത് കണ്ടല്ലേ. ആ ഒരു കൺവെയർ ബെൽറ്റ് വഴി മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് ഒരു പൈപ്പ് ഉണ്ടാവും, അത് നേരെ ബോട്ടിൻ്റെ അറയിലേക്ക് അങ്ങോട്ട് പോവുക, ഐസ് ഫില്ല് ചെയ്യുക, നേരെ കടലിലേക്ക് പോവുക. ഇതൊക്കെ തന്നെ അവരുടെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതൊക്കെ കാണാനേ പറ്റിയുള്ളൂ. മീനുള്ളപ്പോൾ നമുക്ക് പിന്നെ ഒരിക്കലും വരാം. അപ്പോൾ എന്തായാലും ഹാർബറാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വലപ്പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കി. ഉണ്ടല്ലേ, ഒരു സൈഡിൽ വല പണി. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവൻ്റെ മീൻ അധികം കാണൂലുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എന്തായാലും 2-2:30 ആയിട്ടുണ്ട്. ഇനി ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കണം. ഭാഗത്ത് അറിയില്ല അവിടുത്തെ സ്ഥിതി, പോയി നോക്കുക. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എന്താ കുൽഫിയോ അതൊന്നും പോരാ, വേറെ നോക്കാം. അപ്പോൾ പുറത്ത് 1-2 ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഒന്ന് പോയി നോക്കാം. വരുന്ന വഴി കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി ഒരു ചെറിയ ഹോട്ടലിൽ, നമുക്ക് എപ്പോഴും ചെറിയ ഹോട്ടലിലേക്കാണല്ലോ കണ്ടു പോവുള്ളൂ. ബിരിയാണി പോർട്ട്. എന്തായാലും ഒരു ബിരിയാണി അടിക്കല്ലേ. അകത്ത് നോക്കിയാട്ടെ, നല്ല തിരക്ക്. ഒരു 10-15 മിനിറ്റ് പുറത്ത് നിന്ന് നല്ല ബിരിയാണി പാർസലാക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇത്രയും ആളെന്തായാലും കഴിക്കുമ്പോൾ മോശം ബിരിയാണി ആയാലോ. ഒരു ഇതകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ബീഫ് ബിരിയാണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിക്കനും ബീഫും ഉണ്ടായിരുന്നു, ബീഫാണ് പറഞ്ഞത്. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ടേസ്റ്റ് എന്തായാലും മോശമാവില്ല, കാരണം ഇത്രയും ആൾക്കാർ ഇവിടുന്ന് കഴിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അച്ചാറും ഉണ്ട്, മാങ്ങേൻ്റെ അച്ചാറാന്ന് തോന്നുന്നു. കുറച്ച് അച്ചാറും എടുത്ത് അങ്ങോട്ട് പിടിക്കാം. നല്ല അച്ചാറിലേക്കാണേ. അപ്പോൾ എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ. 2 പീസ് 110 രൂപ കേട്ടോ ബിരിയാണീൻ്റെ റേറ്റ് വരുന്നത്. അവിടെ പുറത്ത് എഴുതി വെച്ചാൽ കണ്ടിരുന്നു. മസാലയും എല്ലാ റൈസും കൂടി കൂട്ടി അങ്ങോട്ട് ഒരു പിടിക്കട്ടെ, അങ്ങോട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ എടുത്ത് പീസ് നമുക്ക് കുറച്ച് അതിൻ്റെ കഴിക്കുക. അതെങ്ങനെ എടുത്ത് സംഭവം കൊള്ളാട്ടോ. വലിയ ഹൈ ലെവൽ ബിരിയാണി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. ആ ഒരു ബീഫിൻ്റെ പീസ് നല്ലോണം വെന്ത് ഒടഞ്ഞ പീസ്, അതങ്ങനെ എടുത്ത് കൂട്ടിയൊരു പിടിക്കുക. അപ്പോൾ സാധനം അടിപൊളിയായിട്ട് വിചാരിക്കാത്തൊരു നല്ല ബിരിയാണി കിട്ടി. അപ്പോൾ എന്തായാലും ഹാർബറിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ പറ്റി, മീനൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഇനി വരാം. അപ്പോൾ നമ്മൾ ചാലിയത്തെ വീഡിയോ മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കണ്ടില്ലായിരുന്നു. അവിടുന്ന് കുറച്ച് ഒരു 1-1.5 കിലോമീറ്ററുള്ള ഇവിടുന്ന് നമ്മൾ ചാലിയം ഭാഗത്തേക്ക് പോകാൻ. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു കണ്ടിട്ടോ.